ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം ഭാരം വഹിക്കുക. അതിലൂടെയാണ് ശീഹായുടെ നിയമം നിങ്ങൾ നിവർത്തിക്കുക. പരസ്പരം ഭാരം വഹിക്കേണ്ടവരായ നമ്മൾ പരസ്പരം പാരപ്പണിയാൻ ഒരിക്കലും മുതിരരുത്. ഭാരം വഹിക്കാനാണോ അതോ എങ്ങനെയും ഭാരം നീക്കിക്കളയാനുള്ള തത്രപ്പാടിലാണോ നാം? വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന സ്വാഭാവിക സഹനങ്ങളെ നാം നേരിടാതിരുന്നാൽ ഈശോ മിശിഹായുടെ ഉദ്ധാനം എങ്ങനെ നമ്മിൽ നിവർത്തിതമാകും? ഉദ്ധിതൻ ഈശോയെ ധ്യാനിച്ച് അനുദിന സ്വാഭാവിക ഭാരം വഹിക്കാം. ഏകദേശം 1600 വർഷങ്ങൾ വരെ നമ്മുടെ മാർത്തോമ നസറായ പള്ളി കർത്താവീശോ ഉരുവിട്ട അതേ ഭാഷയിലായിരുന്നു കുർബാന ചൊല്ലിയതും വിശ്വാസം പഠിച്ചതും. പോർച്ചുഗീസുകാരുടെ വരവോടെ സുറിയാനി പഠനം നഷ്ടപ്പെട്ടു. ഒപ്പം ആദിമശ്ലൈഹിക പള്ളി ശൈലിയും. നമ്മുടെ കർത്താവീശോ ഉരുവിട്ട ഭാഷയുടെ പഠനത്തിലൂടെ ആദിമശ്ലൈഹിക പള്ളിയുടെ വിശ്വാസത്തിൽ വളരാം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും അധ്വാനത്തോടും ക്രിയാത്മകമായ ചർച്ചയോടും കൂടി. ദയറായൂസ ശ്ലൈഹിക സഭയുടെ പ്രകാശനമാകുന്നത് ആദിമശ്ലൈഹിക ആരാധനാക്രമവും ആരാധനാക്രമ ഉറവിട ഭാഷയും താപസികമായി പഠിച്ച് അതിനനുസൃതം ജീവിതക്രമം രൂപപ്പെടുത്തുമ്പോഴാണ്. ഇതായിരുന്നു ആദിമ ദയറായൂസായുടെയെല്ലാം കാതൽ. കാലാന്തരത്തിൽ ഓരോ ചെറു ലക്ഷ്യങ്ങൾക്ക് ആധുനിക താപസികർ ഊന്നൽ കൊടുത്തപ്പോൾ അറിയാതെ മേൽപ്പറഞ്ഞ ആദിമ ദയറായൂസ ലക്ഷ്യം മറന്നു. ഈ ആദിമശ്ലൈഹിക ശൈലിയെ താപസികമായി തിരിച്ചെടുക്കുക എന്നതാണ് ഏക പോംവഴി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്കീപ്പായിലല്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. എന്തെന്നാൽ അവനെ പ്രതി ലോകം എനിക്ക് തൂക്കുമരത്തിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിനും തൂക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഈശോ മരണത്തെ അടിമപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റതിനാൽ സ്കീപ്പ നമുക്ക് പ്രശംസയ്ക്ക് കാരണമായി. ഉദ്ധിതൻ ഈശോയുടെ അനുയായികളായി ജീവിക്കുമ്പോൾ ലോകം നമുക്കും നാം ലോകത്തിനും തൂക്കുമരത്തിൽ തറയ്ക്കപ്പെടും. ഉദ്ധിതൻ ഈശോയെ തൂക്കുമരത്തിൽ തൂക്കിയിട്ടിട്ട് പോകാതെ ഉദ്ധിതൻ ഈശോ കൈമാറുന്ന ഉദ്ധാന പ്രത്യാശയിൽ നമുക്കനുദിനം സഹനം വഹിക്കാം. ഉദ്ധിതൻ ഈശോയെ സ്ലീവായിൽ ധ്യാനിച്ച് തൂക്കപ്പെടൽ സ്വന്തമായി സ്വീകരിച്ച ആദിമശ്ലൈഹിക പള്ളി നമുക്ക് മാതൃകയായിരിക്കട്ടെ. അധ്വാനമില്ലാത്ത പ്രാർത്ഥനയും പ്രാർത്ഥനയില്ലാത്ത അധ്വാനവും നമുക്ക് ചേർന്നതല്ല. അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടുമാണ് തൻ്റെ അടുക്കൽ വരുവാനും സമാശ്വാസം നേടാനും ഈശോ മിശിഹ ആവശ്യപ്പെട്ടത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ അധ്വാനവും ഭാരം ചുമക്കലും നമ്മിലുണ്ടെങ്കിലേ പ്രാർത്ഥനയിൽ വിശിഷ്യ പരിശുദ്ധ റാസയിലുള്ള പങ്കാളിത്തത്തിൽ നമുക്ക് ആലാഹ സ്പർശനം അനുഭവവേദ്യമാകൂ.